ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടി ചൂടാവുന്ന സമയത്ത് ഒരു കരിഞ്ഞ മണം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്തു. നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിവിടെ നോക്കുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഇവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ നേരെ താഴേക്ക് ചാടാണ്. ഒരു താഴേക്ക് ചാടാന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നത് സൈലൻസറാണ്. സൈലൻസറിൻ്റെ പൈപ്പാണ് ഈ പോണേ. അതുമേക്ക് ഓയിലിൻ്റെ മയം വരുമ്പോഴാണ് ആ കരിഞ്ഞ സ്മെല്ല് തന്നെ കേട്ടോ. അത് നമുക്ക് അടിയിലൂടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഈ ഇരിക്കുന്നതാണ് സൈലൻസർ. സൈലൻസറിൻ്റെ മുകളിലത്തെ കവർ പോന്നിട്ടാണ് ആ ഇതിരിക്കുന്നത്. അപ്പോൾ അത് ചൂടാകുമ്പോഴാണ് ആ സ്മെല്ല് വരാം. വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നും നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നിലവിൽ ആ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഓയിൽ ലെവൽ ഒരല്പം കുറവുണ്ട് കേട്ടോ. ഒരു 100 മില്ലി ഓയിൽ ഒഴിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 റബ്ബറുകളും വരും. ആ മൗണ്ട് റബ്ബറും ഗ്യാസ്കറ്റും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോഴാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ നിലവിൽ അതിൻ്റെ സൈലൻസറിനകത്ത് കുറച്ച് ഓയിൽ മയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും തുടച്ച് ക്ലീനാക്കി ഇടാം. എന്നാലും കുറച്ചുണ്ടാവും. അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചൂടായിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ സ്മെല്ല് നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാറുള്ളൂ. ഓയിൽ ലീക്കേജ് നമുക്ക് മാറ്റാം. അപ്പോൾ താരതമ്യേന പിന്നെ ഓയിലാണ് ചെല്ലാതെ അയക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലയിൻറ്റ് മാറിപ്പോകുള്ളൂ. കാരണം ഇത് ഫുള്ളായിട്ട് അഴിച്ച് തുടക്കില്ല, നമുക്ക് അടക്കില്ല. അത് മൊത്തത്തിൽ അഴിക്കേണ്ടതായിട്ട് വരും. ഞാനത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സൈലൻസറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഏകദേശം നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം കേട്ടോ.